നമസ്കാരം. CPM-ന്റെ സംഘടനാ തലത്തിലെ പാർട്ടി സമ്മേളനങ്ങൾ ആരംഭിച്ചതു മുതൽ ശക്തമായ വിഭാഗീയതയാണ് സംസ്ഥാനത്തുടനീളം കാണുന്നത്. അതിൽ ശക്തമായി ഇത്തരത്തിൽ അണികൾ പാർട്ടി നേതാക്കൾക്കെതിരെ രംഗത്ത് വരുന്നതും നമ്മൾ കണ്ടു. ഏരിയ സെക്രട്ടറി തെരഞ്ഞെടുപ്പിനെതിരെ പ്രതിഷേധവുമായി അണികൾ രംഗത്ത് വരുന്നു. ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് സേവ് CPM ഫോറം എന്ന പ്ലക്കാർഡുകൾ ഉയർത്തിക്കൊണ്ട് കരുനാഗപ്പള്ളിയിലടക്കം CPM അണികൾ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുന്നു. CPM നേതാക്കളെ അണികൾ തടഞ്ഞു നിർത്തുന്നു. മുറിയിൽ പൂട്ടിയിട്ട സംഭവങ്ങൾ വരെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കരുനാഗപ്പള്ളിയിലും അതോടൊപ്പം തിരുവല്ലയിലും പത്തനംതിട്ടയിലും വിഭാഗീയത അതിൻ്റെ മൂർധന്യത്തിൽ എത്തി. ആലപ്പുഴയിലും ഒട്ടും കുറവല്ല. തിരുവനന്തപുരത്ത് മംഗലപുരത്തും അത് അതിശക്തമായി തന്നെ രംഗത്ത് വരികയും ഇപ്പോൾ മംഗലപുരത്തു നിന്നും മുൻ ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരി CPM വിട്ട് BJP-യിലേക്ക് എത്തിയിരിക്കുന്ന വാർത്തയാണ് ഏറ്റവും ഒടുവിലായി വരുന്നത്. കഴിഞ്ഞ ദിവസം ആലപ്പുഴയിലും ഇതേ രീതിയിൽ CPM-ന്റെ ആലപ്പുഴയിലെ പ്രമുഖ നേതാവ് ബിപിൻ സി ബാബു ഇതേ രീതിയിൽ BJP-യിലേക്ക് എത്തിയിരുന്നു. അദ്ദേഹം CPM-ലെ വിഭാഗീയത അതോടൊപ്പം പാർട്ടിയെ ഒരു പറ്റം മത തീവ്രവാദികൾ ഹൈജാക്ക് ചെയ്യുന്നു എന്നാരോപിച്ചുകൊണ്ടാണ് അദ്ദേഹം CPM വിട്ടത്. ആലപ്പുഴയിലെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായും ജില്ലയിലെ പ്രമുഖ നേതാവായും അദ്ദേഹം CPM-ന് വേണ്ടി ചെയ്ത പ്രവർത്തനങ്ങൾ വെച്ച് നോക്കുമ്പോൾ CPM-ന്റെ പ്രമുഖ നേതാവ് തന്നെയാണ്. അതോടൊപ്പമാണ് ഇപ്പോൾ മംഗലപുരം മുൻ ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരിയും പാർട്ടി വിടുന്നത്. മധു മുല്ലശ്ശേരിക്കൊപ്പം പാർട്ടി അണികളും പാർട്ടിയിൽ നിന്ന് ഉണ്ടാവുമെന്നാണ് അദ്ദേഹം പറയുന്നത്. തൻ്റെ കുടുംബവും ഇപ്പോൾ BJP-യിലേക്ക് വന്നിരിക്കുകയാണെന്നാണ് മധു പറയുന്നത്. അത്തരത്തിൽ ഒരു പറ്റം നേതാക്കൾ കൂട്ടത്തോടെ BJP-യിലേക്ക് വരുന്ന കാഴ്ചയാണ് CPM-ന്റെ സമ്മേളനങ്ങളും നടക്കുന്ന ഈ ഒരു കാലത്ത് കാണുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ഒരു ഒഴുക്ക് BJP-യിലേക്ക് CPM-ൽ നിന്നും ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് തടഞ്ഞു നിർത്താൻ സംസ്ഥാന നേതൃത്വത്തിനും ആവുന്നില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.